ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെറിയൊരു വ്ളോഗ് എടുക്കാം. എന്നത്തെയും പോലെ ചെറുതായിട്ട് ഇവിടെ നിന്ന് മഴ പെയ്തിട്ടുണ്ട്. ഈ ചെടി പറ്റ പോയിരുന്നു. ഇപ്പം മഴ തുടങ്ങിയതിന് ശേഷം ഉണ്ടായതാണ് രണ്ടാമതും. എല്ലാവരും ക്ലാസ് പോകാനുള്ള തിരക്കിലാണ്. ഇത് ചെറിയ ആളാണ്. ഇവൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ഇവിടെ. ഹലോ. മൂത്താൾ ക്ലാസ് പോവുകയാണ്. ഒമ്പത് മണിയോട് കൂടിയിട്ട് ഏട്ടനും പോവാൻ തുടങ്ങി. അങ്ങനെ അടുത്ത ആളും വർക്ക് ചെയ്യാൻ പോവാൻ തുടങ്ങി. 9 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ആളും ഇറങ്ങി. മോന് 9:30-ക്കാണ് ഓട്ടോ വരിക. ഇവിടുന്ന് അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ക്ലാസ് പോവാൻ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒറ്റ ഓട്ടോന് പോവുകയാണ് ചെയ്യുക. അവന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഓട്ടോന്. എല്ലാവരും പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുക. കാരണം ആ സമയത്ത് നമുക്ക് നല്ല തിരക്കല്ലേ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആണ്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ദോശയും ചമ്മന്തിയൊക്കെയാണ്. നമ്മുടെ അടുക്കള വശത്തുനിന്ന് ഇങ്ങോട്ട് പോന്നാൽ ഈ ഏരിയ മുഴുവൻ മുരിങ്ങക്കൊമ്പ് കുഴിച്ചിട്ടതാണ്. അപ്പോൾ ഇന്ന് കുറച്ച് മുരിങ്ങലയും ചക്കക്കുരുവായിട്ടുള്ള ഒരു കറി നമുക്ക് ഉണ്ടാക്കാം. ഈ ഏരിയ മുഴുവൻ ഉണ്ട്. ഇതൊരു മുരിങ്ങ കൊമ്പാണ്. കുറച്ചൊക്കെ ചെടിയൊക്കെ പോയി. ഇപ്പോൾ കുറച്ചൊക്കെ ഉള്ളൂ. നമ്മളിപ്പോൾ വീടിൻ്റെ മുൻഭാഗത്ത് എത്തി. അമ്മ അവിടെ ഇരുന്ന് പേപ്പർ വായിക്കുന്നുണ്ട്. നമുക്ക് ഒരു നല്ലൊരു മുരിങ്ങയിലയും ചക്കക്കുരുവായിട്ട് ഒരു കറി ഉണ്ടാക്കാം. ഇന്നലെ വെച്ച മീൻ കറി ഉണ്ട് ഇപ്പോൾ നമുക്ക്. പക്ഷേ അമ്മ ചൊവ്വയും വെള്ളയും മാംസമൊന്നും കഴിക്കില്ല. മത്സ്യം തീരെ കഴിക്കില്ല കുറേ കാലമായിട്ട്. ചിക്കൻ പിന്നെ കുറച്ചൊക്കെ കഴിക്കും. പിന്നെ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇലക്കറികളും. പച്ചക്കറിയാണ് മെയിനായിട്ട് ആൾക്ക് ഇഷ്ടം. പക്ഷേ മക്കൾക്കും എനിക്കൊന്നും അതല്ല. എനിക്ക് മീൻകറിയൊക്കെ വേണം. മീൻകറി കിട്ടിയാലാണ് സന്തോഷം. ഡെയിലി മീൻകറിയാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ കോഴിക്കോട്ടുകാരിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് മുളകിട്ട കറികളും ഒക്കെ തന്നെയാണല്ലോ, കോഴിക്കോടൻ രുചികളൊക്കെയാണല്ലോ നമുക്ക് ഇഷ്ടപ്പെടുക. പിന്നെ ഇവിടെ വന്നിട്ടിപ്പോൾ ഞാൻ ശീലമായി. എനിക്കിപ്പോൾ ഇവിടെ എല്ലാവർക്കും എരിവ് കുറച്ച് കുറവാണ് വേണ്ടത്. അങ്ങനെ ഇപ്പം നമുക്കത് ശീലമായി. ചെറിയ ആൾ കുറച്ച് ഇലവർഗ്ഗം കഴിക്കാൻ കുറച്ച് പ്രശ്നമാണ്. മൂത്ത ആൾ കുഴപ്പമില്ല, അവന് ഇഷ്ടമാണ്, കഴിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഫുഡിൻ്റെയൊക്കെ കാര്യങ്ങൾ. എനിക്ക് വന്നൊരു വിഷയം ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇത് നേരിട്ട് അനുഭവിച്ചവരുണ്ടായിരിക്കാം. എൻ്റെ അഭിപ്രായം തന്നെയാണ്, എല്ലാവർക്കും ഒന്ന് പറയാൻ പറ്റില്ല. എന്നാലും എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്. നമ്മൾ സമൂഹത്തിൽ എപ്പോഴും കാണുന്നൊരു പതിവാണ്, അവൾക്ക് 3 ആൺകുട്ടികളാണ്. അപ്പോൾ ഒരു ഞെട്ടലും ആർക്കും ഉണ്ടാവില്ല. അതേസമയം അവൾക്ക് 3 പെൺകുട്ടികളാണ്. അവൾക്ക് 3 പെൺകുട്ടികളാണ്. അത് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലാണ്. അതെന്തുകൊണ്ടാണെന്നറിയില്ല. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അത് നിലനിന്ന് പോകുന്നുണ്ട്. പക്ഷേ അത് ചില സമയങ്ങളിലൊക്കെ ചില സിറ്റുവേഷനിലൊക്കെ ഞാൻ അതൊക്കെ കേട്ടിട്ടുണ്ട്. ഓരോരുത്തർ പറയുന്നത് അവൾക്ക് 3 പെൺകുട്ടികളാണ്, എങ്ങനെയാണ് കെട്ടിച്ചു വിടുക, അങ്ങനെയൊക്കെ ചോദിക്കും. എന്താണ് ഇപ്പോൾ പണ്ടത്തിനൊക്കെ എന്താ വില, ഇങ്ങനെയും പറയും. ഇനിയും കുറച്ച് പേര് പറയും. ഞാൻ പറയുന്നത്, ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ കണ്ടുവരുന്ന കുറേ കാര്യങ്ങളുണ്ട്. പല മർഡറുകൾ, അത് കിട്ടിയത് പോരാ, കൊടുത്തത് പോരാ. അപ്പോൾ ഈ പെൺകുട്ടികളില്ലേ അമ്മമാരെ
എനിക്കിപ്പോൾ പെൺകുട്ടികളില്ല, ഞാൻ 3 പെൺകുട്ടികളുടെ ഒരു അമ്മയുടെ മോളാണ്. എങ്കിലും ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ എൻ്റെ മകനെ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ച് കൊണ്ടുവരണം എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് അവന് നല്ലൊരു ലൈഫ് ലോങ് ഒരു പാർട്ട്ണറെ കിട്ടണം, നല്ല രീതിയിൽ ആ ലൈഫ് മുന്നിലേക്ക് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാതെ ഈ പെൺകുട്ടികളുടെ അമ്മമാർ എല്ലാവരും കരുതുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ മകളെ കൊടുത്താലേ പോകൂ, അവൾക്ക് കൊടുക്കാണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നത് ഒരെയാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഒരു മകള് ആൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ വളർത്തി ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക, നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കുക, നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടാവട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുക. അതിനപ്പുറം നിങ്ങൾ അങ്ങനെ കൊടുക്കൽ വാങ്ങലുകളെ പറ്റി നിങ്ങൾ ഇപ്പോഴേ ചിന്തിച്ചു തുടങ്ങരുത്. എന്നോട് സംസാരിച്ച ആളുടെ കുട്ടി ഇപ്പോൾ UKG ആയിട്ടേ ഉള്ളൂ. എന്നോട് സംസാരിക്കുന്ന ആളുടെ UKG ഇപ്പോഴേ ഇത് കൊടുക്കാനും ഉള്ളൊരു വസ്തു എന്നുള്ളൊരു രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ആ കൊടുക്കൽ വാങ്ങലുകൾ മറക്കുക. നല്ലൊരു ലൈഫും നല്ലൊരു എഡ്യൂക്കേഷനും ആൾ സ്വന്തം കാലിൽ നിൽക്കാൻ, ലൈഫിൽ ഇനി എന്ത് പറ്റിയാലും സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് ആളെത്തട്ടെ എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഹാഫ് ഡേ വീഡിയോ ആണ് ഞാനിന്ന് എടുത്തത്. ഞാനും അമ്മ ഇപ്പോൾ ഊണ് കഴിക്കാൻ തുടങ്ങി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.